Good morning. Good morning, Miss. Good morning. കുട്ടികള് കുറവാണല്ലോ, ഒന്ന് പറ്റി മഴയായിട്ടാണോ? എങ്ങനെയുണ്ട്? മഴയുണ്ടോ എല്ലാവരുടെ അവിടെ? മഴയുണ്ട് മിസ്. മഴയാണല്ലേ? അതെ. എല്ലാവരുടെ അവിടെ മഴയുണ്ടല്ലേ? ഓക്കെ. ഫസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാവരും? സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? നമ്മള് ടെർമിനോളജി എടുത്തത് 65 വരെ ആയിരുന്നു അല്ലെ? ലുക്കോ ഇതുവരെയായിരുന്നു നമ്മള് എടുത്ത് നിർത്തിയത്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 മിനിറ്റ് മ്യൂട്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കേൾക്കാൻ പറ്റില്ല. പേജ് നമ്പർ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. 64 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 102. ഫിസിക്സ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്സിലെ 66 തുടങ്ങിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ലീത്തോ. ലീത്തോന്റെ മീനിങ് എന്താണ്? റിലേറ്റിംഗ് ടു എ സ്റ്റോൺ, സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? സ്റ്റോൺ എന്താന്ന് അറിയാലോ? സ്റ്റോൺ എന്താ? സ്റ്റോൺ കല്ലല്ലേ? വെരി ഗുഡ്, കല്ല്. അപ്പൊ സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് നമ്മൾ ലീത്തോ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, മാക്രോ. മാക്രോ എന്താണ്? ഹ്യൂജ് കേട്ടോ. ഹ്യൂജ് എന്ന് പറഞ്ഞേ അവിടെ. ഹ്യൂജ് കറക്റ്റ് ആണോ നിങ്ങളുടെ PDF-ല്? ലാർജ്. ഓക്കെ, ലാർജ് അല്ലെങ്കിൽ ഹ്യൂജ് എന്നാക്കാം കേട്ടോ അവിടെ. ഹ്യൂജ്, മാക്രോ, ഹ്യൂജ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് മാൽ. മാൽ എന്താണ്? ബാഡ് ഓർ അൺയൂഷ്വൽ. മാൽ എന്ന് പറഞ്ഞാല് ബാഡ് ഓർ അൺയൂഷ്വൽ. നെക്സ്റ്റ് ആണ് മിഡി. മിഡി എന്താണ്? മിഡിൽ. മിഡി എന്ന് പറഞ്ഞാല് മിഡിൽ എന്നാണ് മീനിങ്. ഇനി നെക്സ്റ്റ് ആണ് മെഗാ. മെഗാ എന്ന് പറഞ്ഞാല് ഹ്യൂജ് തന്നെയാണ്. മെഗാ മീൻസ് ഹ്യൂജ്. ഇനി നെക്സ്റ്റ് ആണ് മെലാൻ. മെലാൻ എന്ന് പറഞ്ഞാല് ബ്ലാക്ക്. മെലാൻ, ബ്ലാക്ക്. നെക്സ്റ്റ് ആണ് മെനിഞ്ചോ. മെനിഞ്ചോ റിലേറ്റിംഗ് ടു എ മെംബ്രെയിൻ, മെനിഞ്ചസ്. മെനിഞ്ചസ്. ഓക്കെ, റിലേറ്റിംഗ് ടു മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊലി എന്ന് പറയില്ലേ നമ്മള്? ഓക്കെ, മെംബ്രെയിൻ എന്ന് പറഞ്ഞാല് തൊലി. മെനിഞ്ചോ. ഓക്കെ, നെക്സ്റ്റ് ആണ് മൈക്രോ. മൈക്രോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ടെസ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? മൈക്രോ അല്ലെ? ടൈനി, ചെറുത്, ടൈനി. ഇനി നെക്സ്റ്റ് ആണ് മോണോ. മോണോ എന്ന് പറഞ്ഞാല് സിംഗിൾ. മോണോ മീൻസ് സിംഗിൾ. നെക്സ്റ്റ് ആണ് മൈലോ. മൈലോ റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ്, ബോൺ മാരോ. ഓക്കെ, സ്പൈനൽ കോഡ് അറിയാലോ? സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ ബോൺ മാരോ. ബോൺ മാരോ എന്താ? ബോൺ മാരോ എന്താണ്? മച്ച. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മച്ച അല്ലെങ്കിൽ സ്പൈനൽ കോഡുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് മൈലോ എന്ന് പറയുന്നത്.
ഇനി എന്താണ് മയോ? മയോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു മസിൽ. മയോ മീൻസ് റിലേറ്റിംഗ് ടു മസിൽ. നാസോ, നാസോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു നോസ്. നാസോ മീൻസ് റിലേറ്റിംഗ് ടു നോസ്. നിയോ, നിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ, പുതിയതല്ലേ? ന്യൂ, നിയോ, ന്യൂ. ഇനി നെക്സ്റ്റ് ആണ് നെഫ്രോ. നെഫ്രോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു കിഡ്നി. കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നെഫ്രോ. നെഫ്രോ മീൻസ് റിലേറ്റിംഗ് ടു കിഡ്നി. ഇനി എന്താണ് ന്യൂറോ? റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം. ന്യൂറോ റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം. ഇനി എന്താണ് നോക്ട്? നോക്ട് എന്ന് പറഞ്ഞാല് നൈറ്റ് ട്ടോ. നോക്ട്, നൈറ്റ്. ഇനി നെക്സ്റ്റ് എന്താണ് ഒലിഗോ. ടൈനി, ലാക്കിംഗ്, ഡെഫിഷ്യന്റ്. ടൈനി, ലാക്കിംഗ് അല്ലെങ്കിൽ എന്താണ് ഡെഫിഷ്യന്റ് എന്നാണ് ഒലിഗോന്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ടൈനി ലാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കുറവ്. ടൈനി ലാക്കിംഗ് എന്ന് പറഞ്ഞാല് ചെറിയ കുറവ്. ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറവല്ലേ? ഒലിഗോ മീൻസ് ടൈനി, ലാക്കിംഗ് ഓർ ഡെഫിഷ്യന്റ്, കുറവ്. ഇനി എന്താണ് ഊഫറോ? ഊഫറോ റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം. ഊഫറോ മീൻസ് റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം. നെർവസ് അറിയാലോ, നാഡീവ്യവസ്ഥ അല്ലെ? നാഡീവ്യവസ്ഥയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതിനെയാണ് നമ്മള് ഊഫറോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഒഫ്താൽമോ. ഒഫ്താൽമോ എന്താണ്? റിലേറ്റിംഗ് ടു ദ ഐ അല്ലെ? റിലേറ്റിംഗ് ടു ദ ഐ, ഐയുമായിട്ട്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി എന്താണ് ഓർക്കിഡോ? ഓർക്കിഡോ റിലേറ്റിംഗ് ടു ദ എന്താണ് ടെസ്റ്റിക്കിൾസ്. റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ്. ടെസ്റ്റിക്കിൾസ് എന്താ? ടെസ്റ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൃഷണവുമായിട്ട് ബന്ധപ്പെട്ടത് ട്ടോ. ഓക്കെ, ടെസ്റ്റിക്കിൾസ് വൃഷണവുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, വൃഷണം. ഇനി എന്താണ് ഓർക്കിയോ? ഓർക്കിയോ എന്ന് പറഞ്ഞാലും റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ് തന്നെയാണ്. ഓറോ എന്ന് പറഞ്ഞാലും റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഓസ്റ്റിയോ. ഓസ്റ്റിയോ ആണ്. ഓർത്തോ നമ്മൾ പറഞ്ഞില്ലല്ലേ? ഓർത്തോ എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ഓർ നോർമൽ. ഓക്കെ, ഓർത്തോ എന്ന് പറഞ്ഞാല് ഡയറക്റ്റ്, നേരിട്ടോ അല്ലെങ്കിൽ നോർമൽ എന്നറിയാലേ, സാധാരണ മതിയ. അതുപോലെ തന്നെ ഓസ്റ്റിയോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ബോൺ അല്ലെ? ബോണുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി എന്താണ് ഓട്ടോ? ഓട്ടോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ഇയർ. റിലേറ്റിംഗ് ടു ഇയർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറയാം കേട്ടോ, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് വൺ 67. 67 മാക്രോ. ഇനി 70 മെഗാ. 70 മെഗാ. 71 മെലാൻ. 71 മെലാൻ. 73 മൈക്രോ. 73 മൈക്രോ. 79 നെഫ്രോ. 79 നെഫ്രോ. 80 ന്യൂറോ. 80 ന്യൂറോ. 84 ഒഫ്താൽമോ. 84 ഒഫ്താൽമോ. ഇത്രയും കാര്യങ്ങളാണ് ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്നുകൂടി മിസ് വായിക്കാം. 67, 70, 71, 73, 79, 80, 84. ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയോ നമ്പേഴ്സ്?
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? ഇല്ല. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, പേജ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാല് തമ്പിടണം കേട്ടോ, പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് 91. പാര. പാര എന്ന് പറഞ്ഞാല് ബിസൈഡ്. ബിസൈഡ്, അരികെ. നമ്മള് പറയാറുണ്ടല്ലേ, പാര മീൻസ് ബിസൈഡ്, അരികെ. ഇനി എന്താണ് പാത്തോ? നമ്മള് പാത്തോളജിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പാത്തോ, റിലേറ്റിംഗ് ടു ഡിസീസസ് അല്ലെ. പാത്തോളജിസ്റ്റ് നമുക്കറിയാം, പാത്തോളജി എന്താണ്, സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് അല്ലെ. ഓക്കെ, ഇപ്പൊ പാത്തോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ഡിസീസസ്. ഇനി എന്താണ് പെർ? പെർ എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രൂ അല്ലെ, ഇടയിലൂടെ പറയാറുണ്ടല്ലേ. ഓക്കെ, പെർ മീൻസ് ത്രൂ. ഇനി നെക്സ്റ്റ് ആണ് പെരി. പെരി എന്ന് പറഞ്ഞാല് എറൗണ്ട്. ഓക്കെ, പെരി എന്ന് പറഞ്ഞാല് എറൗണ്ട്, അടുത്ത്. ഇനി എന്താണ് നമ്മൾ പറയുന്നത്, നെക്സ്റ്റ് ആണ് ഫാഗോ. ഫാഗോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ഈറ്റ്. റിലേറ്റിംഗ് ടു ഈറ്റ്. നെക്സ്റ്റ് ആണ് ഫാരിംഗോ, റിലേറ്റിംഗ് ടു ത്രോട്ട് ഓർ ഫാരിങ്സ്. ഓക്കെ, ശ്വസന നാളവുമായിട്ട് അല്ലെങ്കിൽ ത്രോട്ട് അല്ലെ, തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ടത് ഫാരിംഗോ. നെക്സ്റ്റ് ആണ് ഫിലിബോ. ഫിലിബോ എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റിംഗ് ടു വെയിൽ. വെയിലുമായിട്ട് ബന്ധപ്പെട്ടത് ഫിലിബോ. ഇനി നെക്സ്റ്റ് ആണ് ന്യൂമോ. നെക്സ്റ്റ് ആണ് ന്യൂമോ, റിലേറ്റിംഗ് ടു ലങ്സ്, എയർ ഓർ റെസ്പിറേഷൻ. ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് നമ്മള് ന്യൂമോ. ന്യൂമോണിയ പറയാറുണ്ടല്ലേ, ന്യൂമോ, റിലേറ്റിംഗ് ടു ലങ്സ്. ഇനി നെക്സ്റ്റ് ആണ് പോളി. പോളി എന്ന് പറഞ്ഞാല് മൾട്ടി. നെക്സ്റ്റ് ആണ് പോസ്റ്റ്. പോസ്റ്റ് എന്ന് പറഞ്ഞാല് ആഫ്റ്റർ, ബിഹൈൻഡ്. ഇനി നെക്സ്റ്റ് ആണ് പ്രീ. പ്രീ എന്ന് പറഞ്ഞാല് ബിഫോർ. നെക്സ്റ്റ് ആണ് പ്രോ. ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്താണ്, പ്രോക്ടോ. പ്രോക്ടോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു റെക്ടം. റെക്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്ടം എന്താണ് മീനിങ്? റെക്ടം ആയിരിക്കും. ഓക്കെ, അയ്യുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്, സ്യൂഡോ. ഓക്കെ, സ്യൂഡോ എന്നാണ് വായിക്കുന്നത്. സ്യൂഡോ, സ്യൂഡോ. ഓക്കെ, സ്യൂഡോ എന്ന് പറഞ്ഞാല് ഫേക്ക് ആണ്. സ്യൂഡോ, സ്യൂഡോന്റെ ഫേക്ക് എന്നാണ് കേട്ടോ ഇവിടെ PDF കൊടുത്തിരിക്കുന്നത്. ഫേക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് എഫ് ആക്കാം, ടിയുടെ അവിടെ എഫ് ആക്കാം, ഫേക്ക്. അല്ലെങ്കിൽ ഓർ ഇട്ടിട്ട്, ഓർ എന്നൊരു ഇതിട്ടിട്ട് അവിടെ
അവിടെ false എന്നോ എന്തെങ്കിലും കൊടുത്താൽ മതി. fake or false എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ PDF കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ മിസ്സിന്റെ PDF തെറ്റാണ്, അതാണ് മിസ് ഒന്നുകൂടെ പറയും കേട്ടോ. ടേക്ക് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ടി വെട്ടിക്കളഞ്ഞിട്ട് ഫേക്ക് എന്നാക്കാം. FAKE. ഇനി അവിടെ ഓർ ഇട്ട് കൊടുക്കാം. ഓർ false. false എന്നും പറയൂ കേട്ടോ. fake or false. കിട്ടിയോ? കിട്ടിയില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് കേട്ടോ. സ്യൂഡോ എന്നാണ് പറയുന്നത്. സ്യൂഡോ ഫാൾസ് ഓർ ഫേക്ക് അവിടെ ചേർത്ത് കൊടുക്കാം. PDF തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് സൈക്കോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സൈക്കോ റിലേറ്റിംഗ് ടു മൈൻഡ്. മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് നമ്മള് സൈക്കോ എന്ന് പറയുന്നത്. ഇനി എന്താണ് പൾമോ. പൾമോ അല്ലെ, പൾമണോളജിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മള്. പൾമോ റിലേറ്റിംഗ് ടു ലെൻസ്. പൾമോ റിലേറ്റിംഗ് ടു ലെൻസ്. ഇനി നെക്സ്റ്റ് ആണ് പെർ. PUR. പെർ റിലേറ്റിംഗ് ടു പസ്. പസ് എന്താണ്? പസ് പസ് എന്താ? പസ് എന്തായിരിക്കും? പഴുപ്പല്ലേ, നമ്മൾ പറയാറുണ്ടല്ലേ. ഇങ്ങനെ മുറിവ് പഴുത്തത് അല്ലെങ്കിൽ പഴുപ്പ് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ പസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ റിലേറ്റിംഗ് ടു പസ് ആണ് പെർ എന്ന് പറയുന്നത്. ഓക്കെ, അറിയാത്തവരെ എവിടെ എഴുതി വെക്കാം കേട്ടോ. അറിയാത്തവരവിടെ എഴുതി വെക്കേ. പസ് എന്ന് പറഞ്ഞാല് പഴുപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫൈലോ. നെക്സ്റ്റ് ആണ് ഫൈലോ എന്ന് പറയുന്നത് കേട്ടോ. റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ്. റിലേറ്റിംഗ് ടു കിഡ്നി എന്ന് പറയുന്നത് ഫൈലോ. ഓക്കെ, നെക്സ്റ്റ് ആണ് പയോ. പയോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു പസ് തന്നെയാണ്. റിലേറ്റിംഗ് ടു പസ്. ഇനി എന്താണ് ക്വാഡ്രി. ക്വാഡ്രി എന്ന് പറഞ്ഞാലും 4. ക്വാഡ് എന്ന് പറഞ്ഞാലും 4 തന്നെയാണ്. ക്വാഡ് എന്ന് പറഞ്ഞാലും 4 തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റെക്ടോ. റെട്രോ. റെട്രോ ആണ് കേട്ടോ. സോറി, റെട്രോ. റെട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. റെട്രോ, ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. ഇനി നെക്സ്റ്റ് ആണ് റൈനോ. റൈനോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ദ നോസ് അല്ലെ. നോസുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് നമ്മള് റൈനോ. റൈനോ. റൈനോ മീൻസ് റിലേറ്റിംഗ് ടു ദ നോസ്. സ്ലീപ്പിംഗോ. സ്ലീപ്പിംഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു എ ട്യൂബ്. റിലേറ്റിംഗ് ടു എ ട്യൂബ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഈ പേജിൽ പഠിച്ചത് കേട്ടോ. ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 92. 92 പാത്തോ. പാത്തോളജിസ്റ്റ് നമ്മൾ പറയാറുണ്ടല്ലേ, റിലേറ്റിംഗ് ടു ഡിസീസ്. പാത്തോ. ഈ 94 കേട്ടോ. പെരി. അറൗണ്ട്. പെരി. നെക്സ്റ്റ് 97 ഫിലിപ്പോ. 97. നെക്സ്റ്റ് വന്നത് 98 ന്യൂമോ. ന്യൂമോ. നെക്സ്റ്റ് വന്നത് 104 സ്യൂഡോ. ഇമ്പോർട്ടന്റ് ആണ്. ഫേക്ക് ഓർ ഫോൾസ് കേട്ടോ. എഴുതി വെക്കാം. ഫേക്ക് ഓർ ഫോൾസ്. ടേക്ക് എന്നല്ല,
ടേക്ക് എന്നാണ് PDF കൊടുത്തിരിക്കുന്നത്. ആ T ഒന്ന് വെട്ടിയിട്ട് F കൊടുക്കാം. ഫേക്ക് ഓർ false. Pseudo. 105. Psycho. 105. Next, 106. Pulmo. Pulmo. Relating to lens. Next, another. 114. 114. Rhino. Relating to nose. Rhino. ഒന്നുകൂടി വായിക്കാം. 92, 94, 97, 98, 104, 105, 106, 114. കിട്ടിയില്ലേ? ഓക്കെ. റെക്ടം എന്ന് പറഞ്ഞാല് എന്താണ്? മലാശയം അല്ലെങ്കിൽ വലിയ കുടലിന്റെ അവസാന ഭാഗം എന്നൊക്കെ പറയും കേട്ടോ. വലിയ കുടൽ, വൻകുടലുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മലാശയവുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് നമ്മൾ റെക്ടം എന്ന് പറയുന്നത് കേട്ടോ. റെക്ടം. കിട്ടിയോ? 91 ഇല്ല. ഞാൻ പറയാം, ഒന്നുകൂടിയും പറയാം. 92, 94, 97, 98, 104, 105, 106, 114. വായിച്ചു നോക്കി ഇത്രയും ഭാഗങ്ങള്. ഓക്കെ, കഴിഞ്ഞോ? ഡൗട്ടൊന്നുമില്ല. ഓക്കെ. നെക്സ്റ്റ് ആണ് 116 മുതലാണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 116 സ്ക്ലീറോ എന്നാണ് കേട്ടോ. അവിടെ ഈ വെട്ടിക്കളഞ്ഞിട്ട് എസ് ചേർത്ത് കൊടുക്കാം. PDF കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. സ്ക്രീനില് D ആണ് കിടക്കുന്നത് കേട്ടോ. ആ D ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് എസ് ചേർക്കാം. സ്ക്ലീറോ. PDF കറക്റ്റ് ആണല്ലേ? ഓക്കെ. സ്ക്ലീറോ എന്നാണ് കേട്ടോ. സ്ക്ലീറോ. SCLERO. ഓക്കെ, സ്ക്ലീറോ. ആ, കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഹാർട്ട് റിലേറ്റിംഗ് ടു എ സ്ക്ലീറ. സ്ക്ലീറ എന്ന് പറഞ്ഞാൽ എന്തായാലും എന്താണ് മീനിങ്? സ്ക്ലീറ നേത്രകോളത്തിന്റെ ഭാഗം അല്ലെ? ഓക്കെ, നേത്രകോളത്തിന് 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് എന്ത്? സ്ക്ലീറ എന്ന് പറയുന്നത് അല്ലെ? സ്ക്ലീറയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ സ്ക്ലീറോ
എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സെമി. സെമി എന്താണ്? ഹാഫ് ഓർ പാർഷ്യൽ. സെമി എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലെങ്കിൽ പാർഷ്യൽ എന്നാണ് പറയുന്നത്. ഇനി സബ് എന്താണ്? അണ്ടർ അല്ലെങ്കിൽ സംവാട്ട്. അണ്ടർ സംവാട്ട്. ഇനി സൂപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എബവ് അല്ലെങ്കിൽ എന്താണ്? അബുഡന്റ് അല്ലെങ്കിൽ എന്താണ്? മോർ ദാൻ നോർമൽ. ഓക്കെ. ഇനി സുപ്ര എന്ന് പറഞ്ഞാല് എബവ്. ഇനി എന്താണ്? ചക്കി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പീഡി. നെക്സ്റ്റ് ആണ് ടർമ് എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ. ഓക്കെ. ടർമ് എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ. ഇനി നെക്സ്റ്റ് ആണ് തൊറാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിലേറ്റിംഗ് ടു ചെസ്റ്റ്. ഓക്കെ. തൊറാക്ക് എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ദ ചെസ്റ്റ്. ഇനി നെക്സ്റ്റ് ആണ് ചാൻസ് എന്ന് പറഞ്ഞാല് ടു ദ other side of. ഇനി ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അല്ലേ? ഓക്കെ. യൂണി 1. അതുപോലെ തന്നെ വാസോ എന്ന് പറഞ്ഞാല് VAS ബ്രാക്കറ്റിൽ ഒരു ഓൾ കേട്ടോ. അവിടെ 2 O കൊടുത്തിട്ടുണ്ട് സ്ക്രീനില്. അതുകൊണ്ടാണ് മിസ് പറയുന്നത്. ഒരു O ആണോ നിങ്ങളവിടെ കൊടുത്തിരിക്കുന്നത്? 2 O കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. ഇത് മാത്രം ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ ഒരു O മാത്രം കൊടുത്താൽ മതി. കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ. അപ്പൊ വാസോ എന്ന് പറഞ്ഞാല് വെസൽ. അറിയാമല്ലോ? വാസോ. ഓക്കെ. വെസൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിഫിക്സിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങളായിരുന്നു പ്രിഫിക്സിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് ഒന്ന് പറഞ്ഞു തരാം. 117 സെമി. 117 സെമി, ഹാഫ് ഓർ പാർഷ്യൽ. ഈ 122 ടർമ് എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ. നെക്സ്റ്റ് 125 ത്രീ മീനിങ് ആണ് 3. ഇനി നെക്സ്റ്റ് ആണ് 126 യൂണി. മീനിങ് എന്താ? 1. ഒന്നുകൂടി വായിക്കാം. 117 122 125 126. ഓക്കെ. കിട്ടിയോ എല്ലാവർക്കും? ഇത്രയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഒന്നെടുത്തത് വരെ പ്രിഫിക്സ് ഒന്നെടുത്തത് വരെ ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എനിക്ക് കിട്ടാത്തതുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയേ. 127 അല്ല 126. ഒന്നുകൂടി വായിക്കാം. പ്രിഫിക്സിലെ ലാസ്റ്റ് ഭാഗത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ചു തരാം. 117 122 125 126. വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ സഫിക്സ് ഓക്കെ അല്ലേ? ഓക്കെ ഇനി നമ്മള് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോമൺ സഫിക്സ് കേട്ടോ. പ്രിഫിക്സ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോമൺ സഫിക്സ് ആണ്. അതില് കോമൺ സഫിക്സിലെ ഫസ്റ്റ് വൺ ആണ് എന്ത്? ഓൾജിയ. ഓൾജിയ കേട്ടോ. ഓൾജിയ ഫസ്റ്റ് വൺ ആണ് ഓൾജിയ. ഇനി അതിന്റെ മീനിങ് എന്താണ്? റിലേറ്റിംഗ് ടു പെയിൻ. ഓൾജിയ മീൻസ് റിലേറ്റിംഗ് ടു പെയിൻ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ആണ് എന്ത്? അസ്തനോ. അസ്തനോ. ഓൾജിയ റിലേറ്റിംഗ് ടു പെയിൻ ആയിരുന്നു. നെക്സ്റ്റ് ആണ് അസ്തനോ. അസ്തനോ എന്ന് പറഞ്ഞാല് ഫീബ്ലിനെസ്. ഓക്കെ ഫീബ്ലിനെസ്. ഫീബ്ലിനെസ് എന്ന് പറഞ്ഞാല് ബലഹീനത. ബലഹീനത. ഇനി നെക്സ്റ്റ് ആണ് ബ്ലാസ്റ്റ്. വീക്ക്നെസ്. ഓക്കെ ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മച്ചുവർ സെൽ. ഇമ്മച്ചുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മച്ചുവർ മെച്ചുവർ മെച്ചുവർ ആകാത്ത അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വളർച്ചയില്ലാത്ത. ഓക്കെ മെച്ചുവർ ആവാത്ത സെൽസിനെയാണ് നമ്മൾ ഇമ്മച്ചുവർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് സിലി. സിലി. സിലി എന്താണ്? റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീര്, വീക്കം, മുഴ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ അപ്പോ സിലി എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു എ ട്യൂമർ. ഇനി നെക്സ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആണ് സെന്റിസ്. സെന്റിസിസ്. സെന്റിസിസ് relating to a procedure in which an organ or body cavity is punctured, often to drain surplus fluid or get a sample for analysis. അപ്പൊ അനാലിസിസ് നടത്താനായിട്ട് ബോഡിയിൽ നമ്മളൊരു പഞ്ചർ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഫ്ലൂയിഡ്സ് നമ്മൾ വലിച്ചെടുക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇത് പറയുന്നത് സിന്തിസിസ്. സിന്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനാലിസിസ് നടത്താനായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ബോഡിയിൽ ഒരു പഞ്ചർ ഉണ്ടാക്കി ആ ഫ്ലൂയിഡ്സ് വലിച്ചെടുക്കുന്ന പ്രോസസ്. അതിനെയാണ് നമ്മൾ സിന്തിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് സൈറ്റ്. സൈറ്റ് എന്ന് പറഞ്ഞാല് സെല്ല്. സൈറ്റ് മീൻസ് സെൽ. ഇനി എന്താണ്? എക്ടോമി. എക്ടോമി എന്ന് പറഞ്ഞാല് സർജിക്കൽ റിമൂവൽ ഓഫ്. സർജിക്കൽ റിമൂവൽ ഓഫ്. ഇനി നെക്സ്റ്റ് ആണ്, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഇമിയ. ഇമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ അല്ലെങ്കിൽ രക്തത്തിലെ ഒരു വസ്തുവിന്റെ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് നമ്മൾ ഇമിയ എന്ന് പറയുന്നത് കേട്ടോ. ഇമിയ രക്തത്തിലെ ഒരു വസ്തുവിന്റെ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ടത് ഇമിയ. ഓക്കെ ഈ പേജിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് വൺ ഓൾജിയ. ഓൾജിയ relating to pain. Next one 4 സിലി. സിലി എന്താണ്? relating to a tumor അല്ലെങ്കിൽ വീക്കം അല്ലെ, swelling ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ആണ് 6th വൺ സൈറ്റ്. സൈറ്റ് എന്ന് പറഞ്ഞാല് സെല്ല്. അതുപോലെ 8th വൺ ഇമിയ relating to the presence of substance in the blood. കിട്ടിയോ? അപ്പൊ ഈ കോമൺ സഫിക്സില് ഫസ്റ്റ് പേജില് 4 നമ്പർ ആണ് മിസ് പറഞ്ഞത്. 1, 4, 6, 8. ഓക്കെ ആണോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏഴാമത്തത് എക്ടോമി. എക്ടോമി
ഞാൻ മാർക്ക് ചെയ്ത് തരുന്നത് ഭാഗങ്ങൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കാം കേട്ടോ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഇത് ഭൂരിഭാഗം നിങ്ങൾ പഠിക്കേണ്ട. മാർക്ക് ചെയ്ത് തരുന്ന ഭാഗങ്ങൾ മാത്രം പഠിക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾജിയ, നാലാമത്തേത് സിലീം, ആറാമത്തേത് സൈറ്റ്, 8th വൺ എമിയ. നെക്സ്റ്റ് ഭാഗം പറയട്ടെ. ഓക്കെ, ഇനി 9th വൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. 9 തുടങ്ങിയാണ് സഫിക്സിലെ 9 തുടങ്ങിയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ 9th വൺ ജെനിക്. ജെനിക് പറഞ്ഞാല് റിസൾട്ടിങ്. ജെനിക് റിസൾട്ടിങ്. ജെനിക് റിസൾട്ടിങ്. ഇനി 10th വൺ എന്താണ്? ഗ്രാം. എന്തായിരിക്കാം ഗ്രാം എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും വേർഡ് പറയാൻ പറ്റുമോ നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്? ഇതിന് മുൻപില് എന്താണ് വേറെ വാക്ക് ഉണ്ടാവോ അല്ലെ? ലാസ്റ്റ് എന്താണ് ഗ്രാം എന്ന് പറയും നമ്മള്. എന്തായിരിക്കാം? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആൻജിയോഗ്രാം. കാർഡിയോഗ്രാം. വെരി ഗുഡ്. ഓക്കെ, ഇലക്ട്രോ കാർഡിയോഗ്രാം പറയാറുണ്ടല്ലോ നമ്മള്. ഓക്കെ, അപ്പൊ അതാണ് ഗ്രാം. റെക്കോർഡ്, അതിന്റെ മീനിങ് ആണ് റെക്കോർഡ്. ഗ്രാം. ഇനി നെക്സ്റ്റ് ആണ് ഗ്രാഫ്. എന്താ പറയാൻ പറ്റും എക്സാമ്പിള്? ഗ്രാഫ് electrocardiogram. Okay. A record or the device used to create the record. എന്താണ് electrocardiogram നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ആണ് 12th വൺ. 12 ഐറ്റിസ്. എന്തായിരിക്കാം ഐറ്റിസ്? നമ്മൾ പഠിച്ചിട്ടുള്ളോ ഇൻട്രൊഡക്ഷനില്? നമ്മള് ടെർമിനോളജിയുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ ആ വാക്ക്? എന്തായിരുന്നു? വീക്കം. ഹെപ്പറ്റൈറ്റിസ്. അതാണ് നമ്മൾ പഠിച്ചത്. ആർത്രൈറ്റിസ്. ഓർമ്മയുണ്ടോ? നമ്മുടെ ടെർമിനോളജി, മെഡിക്കൽ ടെർമിനോളജിയിലെ ഇൻട്രൊഡക്ഷൻ ഭാഗം. ഓക്കെ, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി മിസ് പറഞ്ഞതാണ് കേട്ടോ. കുറെ വാക്കുകൾ ഉണ്ട്. മെനിഞ്ചൈറ്റിസ്. ഓക്കെ, എന്താണ്? സ്വെല്ലിങ് അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ലിസിസ്. ലിസിസ് എന്ന് പറഞ്ഞാല് ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അധപതനം അല്ലെ. ഡിക്ലൈൻ. അതുപോലെ ഡിസ്ഇന്റഗ്രേഷൻ, ശീതളീകരണം. നെക്സ്റ്റ് എന്താണ്? ഓർ എക്സ്ട്രഷൻ. എക്സ്ട്രഷൻ എന്താണ്? നശിപ്പിക്കൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ലിസിസ്, ഡിക്ലൈൻ, ഡിസ്ഇന്റഗ്രേഷൻ, ഡിസ്ട്രക്ഷൻ. ഇനി നെക്സ്റ്റ് ആണ് മെഗാലി. മെഗാലി, expression of. മെഗാലി means expression of. ഇനി നെക്സ്റ്റ് ആണ് ഓളജി. എന്തായിരിക്കാം? എക്സാമ്പിൾ പറയാൻ പറ്റോ ഓളജിക്ക്? മുൻപിൽ വേറെ വാക്ക് കൊടുത്തിട്ട് പറയുന്നത് നമ്മള് അതിനാണല്ലേ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ബയോളജി, സുവോളജി, ഓക്കെ, ഗൈനക്കോളജി അല്ലെ. ഓക്കെ, കാർഡിയോളജി പറയാറുണ്ടല്ലേ നമ്മള്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സയൻസ് ഓഫ് ഓഫ്താൽമോളജി. ഇനി നെക്സ്റ്റ് ആണ് ഒമ. ഒമ എന്ന് പറഞ്ഞാല് ട്യൂമർ. ഇനി നെക്സ്റ്റ് ആണ് ഓസിസ് അല്ലെ. റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്, ഓസിസ്. ഇനി നെക്സ്റ്റ് ആണ് ഓസ്റ്റോമി. ഓസ്റ്റോമി എന്ന് പറഞ്ഞാല് സർജിക്കൽ ക്രിയേഷൻ ഓഫ് എ ഓപ്പണിംഗ് ഓർ ഹോൾ. സർജിക്കൽ ക്രിയേഷൻ ഓഫ് എ ഓപ്പണിംഗ് ഓർ ഹോൾ. ഇനി എന്താണ്? ഓപ്റ്റോമി, സർജിക്കൽ ഇൻസിഷൻ. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഇൻസിഷൻ കട്ട് ചെയ്യുന്നത് അല്ലെ, കീറി മുറിക്കുന്നത് അല്ലെ. ഓക്കെ. ഇനി പതി, പതിക്ക് എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റുമോ? പതി. ഹെമോപ്പതി പിന്നെ ഓക്കെ. അപ്പോ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലേ, അപ്പൊ എല്ലാവർക്കും അറിയാം പതി എന്ന് പറഞ്ഞാല് ഡിസീസ് ഓർ സിസ്റ്റം ഓർ ട്രീറ്റിംഗ് ഡിസീസസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഫാഗിയ. ഫാഗിയ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സെല്ലോയിങ്. സൗണ്ട് ഇല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ല? ഓഡിയബിൾ ആണോ എല്ലാവർക്കും? ഓക്കെ. വീണയ്ക്ക് എന്തെങ്കിലും നെറ്റിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. നെറ്റ് ഉള്ളിടത്തൊന്ന് പോയിരുന്ന് നോക്കിക്കോളൂ. അപ്പോ ഫാഗിയ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ഈറ്റിംഗ്, ഈറ്റിംഗ് അല്ലെ. സെല്ലോയിങ് എന്ന് പറഞ്ഞാല് വിഴുങ്ങുക, ഭക്ഷണവുമായിട്ട് ഈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് നമ്മൾ ഫാഗിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫാസിയ. ഫാസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു സ്പീച്ച്, സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടത്, റിലേറ്റിംഗ് ടു സ്പീച്ച്, ഫാസിയ. ഇനി നെക്സ്റ്റ് ആണ് ഫോബിയ. ഫോബിയ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ആൻ ഇറേഷണൽ ഫിയർ. ഇറേഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പേടി അല്ലെ. എന്താണ്? അകാരണമായ പേടി. അകാരണമായ പേടിയുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് നമ്മള് ഫോബിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എക്സാമ്പിൾ പറഞ്ഞു നോക്കിയെന്ന്. പ്ലാസ്റ്റിക് മുമ്പിൽ വേറെ വാക്ക് ഉണ്ടാവുമല്ലോ, എന്തായിരിക്കാം? പ്ലാസ്റ്റിക്. ആൻജിയോപ്ലാസ്റ്റി പറയാറുണ്ടല്ലേ? വെരി ഗുഡ്. ആൻജിയോപ്ലാസ്റ്റി, പ്ലാസ്റ്റിക് സർജറി. ഇനി നെക്സ്റ്റ് ആണ് പ്ലെജിയ. പ്ലെജിയ പാരലിസിസ് അല്ലെ, അറിയാലോ, പക്ഷാഘാതം. ഇനി നെക്സ്റ്റ് ആണ് നിയ. നിയ എന്നാണ് കേട്ടോ അത് പറയുന്നത്. നിയ റിലേറ്റിംഗ് ടു ബ്രീത്തിങ്, ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് നിയ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ടോസിസ്. പി അവിടെ ഉച്ചരിക്കില്ല കേട്ടോ, പി സൈലന്റ് ആണ്. ടോസിസ്, ടോസിസ്. ഇത് നിയ, PENA, നിയ റിലേറ്റിംഗ് ടു ബ്രീത്തിങ്. ഇവിടെ പി ഉച്ചരിക്കില്ല, 27ല് പി ഉച്ചരിക്കില്ല, ടോസിസ് എന്നാണ് പറയുന്നത് കേട്ടോ. ചോപ്പിംഗ്. ഇനി നെക്സ്റ്റ് ആണ് റേജ്. റേജ് unusual or excessive flow or discharge. റേജ്. ഇനി നെക്സ്റ്റ് ആണ് റാജിയ. റാജിയ എന്ന് പറഞ്ഞാല് unusual or excessive flow or discharge. കഴിഞ്ഞ മുൻപ് പറഞ്ഞ മീനിങ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. സെയിം മീനിങ് ആണ്. റേജ്, റാജിയ. റേജ്, റാജിയ unusual or excessive flow or discharge. ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങള് മിസ് എന്ന് പറയാം. 10th one, 10, 11 ആർക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. 10, 11, 12, 12, 15, 15, 23, 23, 24, 24, 25, 25, 27, 27. ഒന്നുകൂടി പറയാം. 10, 11, 12, 15, 23, 24, 25, 27. ക്ലിയർ ആണോ? വായിച്ചു നോക്കി.
ഓക്കെ, വായിച്ചു കഴിഞ്ഞു. അപ്പൊ പേജ് ഓക്കെ അല്ലേ? ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉള്ളൂ കേട്ടോ. അത് പിന്നെ നമ്മുടെ കോമൺ സർവീസ് കംപ്ലീറ്റ് ആയി കേട്ടോ. 30 തുടങ്ങി 37 വരെയുള്ളൂ. നമുക്ക് നോക്കാം. 30 നോക്കിക്കോളൂ കേട്ടോ. 30 എന്ന് പറഞ്ഞാല് റാഫി. 26 26 ഇല്ല. ഓക്കെ, 30 ആണ് റാഫി. റാഫി എന്ന് പറഞ്ഞാല് സ്വിച്ച് ഓഫ്, റിപ്പയർ ഓഫ്. സ്വിച്ച് ഓഫ്, റിപ്പയർ ഓഫ്. സ്വിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥി സംയോജം. ഓക്കെ, അതിനെയാണ് നമ്മള് റാഫി എന്ന് പറയുന്നത് കേട്ടോ. സ്വിച്ചർ ഓഫ് അല്ലെങ്കിൽ റിപ്പയേഴ്സ് ഓഫ്. നെക്സ്റ്റ് ആണ് റിയ. റിയ, ഫ്ലോ ഓഫ് ഓർ ഡിസ്ചാർജ്. ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഇനി സ്കോപ്പ് പറയാറുണ്ടല്ലോ നമ്മള്. ഏത് വാക്കിന്റെ കൂടിയാണ് സ്കോപ്പ് എന്ന് കൂട്ടിച്ചേർക്കുന്നത്? എക്സാമ്പിൾ പറഞ്ഞേ. എൻഡോസ്കോപ്പ് പറയാറുണ്ടല്ലേ. എൻഡോസ്കോപ്പ്. ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. ഇനി നെക്സ്റ്റ് ആണ് സ്കോപ്പി. എന്തായിരിക്കാം സ്കോപ്പി? എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ. ബ്രോഞ്ചോസ്കോപ്പി, എൻഡോസ്കോപ്പി പറയാറില്ലേ? ഓക്കെ, എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസസ്. ഇനി നെക്സ്റ്റ് ആണ് സിസ്. എ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ. ഇതിനെയാണ് നമ്മൾ സിസ് എന്ന് പറയുന്നത് കേട്ടോ. മുൻപിൽ വാക്കുണ്ടാവും. ഓക്കെ, എ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ. ഇനി ടാക്സിസ്. ടാക്സിസ് എന്ന് പറഞ്ഞാൽ ഓർഡർ, അറേഞ്ച്മെന്റ് ഓഫ്. ഓർഡർ, അറേഞ്ച്മെന്റ് ഓഫ്. ഡയാലിസിസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് എന്താണ്? ടോപ്പിക്. ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ടു ന്യൂട്രീഷൻ. Topic means relating to nutrition. Next ആണ് urea. Urea, relating to a substance in the urine or the condition of indicated. എന്താണ്? യൂറിനിലെ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് നമ്മൾ യൂറിയ എന്ന് പറയുന്നത് കേട്ടോ. വസ്തുവുമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു അവസ്ഥ. യൂറിനിലെ ഒരു വസ്തുവുമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ യൂറിയ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് സഫിക്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളേ ഉള്ളൂ. മിസ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. മാർക്ക് ചെയ്തോളൂ കേട്ടോ. 32 സ്കോപ്പ്, 33 സ്കോപ്പി, 32, 33, 36 ടോപ്പിക് relating to nutrition. 32, 33, 36. കിട്ടിയോ? ഓക്കെ, ഇത്രയും ഭാഗങ്ങള് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടയാളപ്പെടുത്തിയത് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് തന്നത് പഠിച്ചു വെക്കാൻ നിർബന്ധമായിട്ട്. ഒന്നുകൂടി പറയാം. 32, 33, 36. ഓക്കെ ആണോ? ആർക്കെന്തെങ്കിലും കിട്ടാത്തതുണ്ടോ?
ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിയേ. അതെ അതെ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഓക്കെ അല്ലേ? ഈ പോർഷൻസ് തീർന്നില്ലെങ്കിൽ മിസ്സും വന്ദന മിസ്സും കൂടി എടുക്കും കേട്ടോ. ടെർമിനോളജി തീർന്നില്ലെങ്കിൽ, മിസ്സിന്റെ ഭാഗങ്ങൾ തീർന്നില്ലെങ്കിൽ ഞാൻ കൂടി ഷെയർ ചെയ്തിടും. ഓക്കെ, താങ്ക് യു. ഇതുവരെ ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് മിസ്. അപ്പൊ ഒന്ന് നല്ല രീതിയിൽ ഓർത്ത് വെച്ച് പഠിക്കാം. ഓരോ കോഡുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കാം. നമുക്ക് കൂടുതൽ ഉണ്ട് ടെർമിനോളജി എന്ന് പറഞ്ഞാല്. അപ്പൊ ഓർത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, താങ്ക് യു.